പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ളൊരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല. ഇൻ കേസ് ഓഫ് റിസൾട്ട് ഓഫ് ദി ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് ശേഷം വരുന്ന പോസിറ്റീവ് റിസൾട്ടിലെ ഇവിടുത്തെ അയാളുടെ ഇന്റർഫിയറൻസും എഫക്റ്റ് ആണെങ്കിലും അതിലും പാലക്കാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല. ഈ തീരുമാനം പാലക്കാടിനും നല്ലതായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. ഷാഫിക്ക് കിട്ടുന്ന ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് പാലക്കാടിലെ അടുത്ത സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു വോയിസും എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും പാർട്ടിയെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നില്ല. എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമോ അക്സെപ്റ്റൻസോ ഉണ്ടെങ്കിൽ അത് ഞാൻ പോയാലും പാർട്ടിക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ബി യൂസ് ഫോർ ഗുഡ് ഓൺലി. അതല്ലാതെ വേറെ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ അതിനൊരു കാരണവശാലും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ തന്ന ഇഷ്ടം ഐ ഡിഡ്ന്റ് ബ്രിങ് ഇറ്റ് ഫ്രം മൈ ഹോം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. പാർട്ടി എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നൽകിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത്, പാർട്ടി നിങ്ങൾക്ക് തരുന്ന അവസരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ദെൻ ബോത്ത് പാർട്ടി ആൻഡ് പീപ്പിൾ വിൽ ബി ഹാപ്പി ഫോർ. വളരെ ബ്ലണ്ട് ആയിട്ട് ചോദിച്ചാൽ ഷാഫി പോകുന്ന സമയത്ത് ഷാഫിക്ക് പകരം രാഹുലാണ് എന്നൊരു പ്രീ കണ്ടീഷൻ വച്ചിട്ടില്ലായിരുന്നു. ഇല്ലില്ല, അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ പ്രീ കണ്ടീഷൻ വെക്കാൻ പറ്റും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ശരി ഞാൻ മാറാം, നാളെ അടുത്ത എന്റെ സ്ഥാനാർത്ഥി ഇതാണ്, ഷാഫിയുടെ കൂടി ഇഷ്ടം പരിഗണിക്കാം. അതിലെന്തിനും തെറ്റുണ്ടോ? അല്ലല്ല, അങ്ങനെ അതല്ലേ എന്നാ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അത് എന്റെ ഇഷ്ടം മാത്രമാവുമ്പോൾ, അത് ഇവിടുത്തെ ജയസാധ്യതയ്ക്ക് എതിരാകുമ്പോൾ, ഇവിടുത്തെ പാർട്ടി പ്രവർത്തനെതിരാകുമ്പോൾ അത് പ്രശ്നമാണ്. എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ പാർട്ടിക്കാരൻ്റെ ഇഷ്ടമെങ്കിൽ, എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ മറ്റേ ജനങ്ങളുടെ ഇഷ്ടമെങ്കിൽ, എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ സീനിയർ നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ, ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ, അത് പാലക്കാടിന് നല്ലതുമാണെങ്കിൽ, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷാഫി മാത്രം ഇഷ്ടപ്പെട്ടത് ഒരു കുറവാവാതെ ഇരിക്കാൻ ഞാൻ പാലക്കാട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ. അതെ, എൻ്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. VK ശ്രീകണ്ഠന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. A തങ്കപ്പന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഈ ഓഫീസിൽ നിൽക്കുന്ന ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. എല്ലാവരുടെയും കാൻഡിഡേറ്റ് ആണ്. ഓരോ പാലക്കാട്ടുകാരന്റെയും കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഷാഫി മോഡൽ ക്യാമ്പയിനിങ് ആണോ നടത്തുന്നത്? കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് എന്താ, ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. KPCC ലീഡർഷിപ്പ് ഷാഫിയോട് പറഞ്ഞു പാർട്ടി പറയുന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്താൽ ഷാഫി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ളൊരു വാർത്ത. 2 ചാനലിൽ അത് എയർ ചെയ്തോളൂ. എവരിബഡി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് അപ്പ്. 2 ചാനൽ. ഞാൻ ഇവിടെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് മുനവർ അലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, UDFന്റെ മുഴുവൻ റാങ്ക് ആൻഡ് ഫയൽ ലീഡേഴ്സ് എല്ലാവരും ഒന്നൊരു കൺവെൻഷൻ ഞങ്ങളിവിടെ ഓഫീസ് ഇനാഗുറേഷൻ ചെയ്യുന്നു. ഞങ്ങൾ ഇലക്ഷൻ്റെ മൊത്തം സ്ട്രാറ്റജി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. തലേ ദിവസം രാത്രി 2:45, 3 മണി വരെ ഞങ്ങളുടെ മീറ്റിംഗ്, നാളെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, കൺവെൻഷൻ എങ്ങനെ നടത്തുന്നത് സംബന്ധിച്ച് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ KPCCയും പ്രസിഡന്റും എല്ലാവരും കൂടെയുള്ള എല്ലാ ഡിസ്കഷൻസിൻ്റെ ഒടുവിൽ ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ എന്നൊരാൾ ഫോണിൽ വിളിച്ച് പറയാണ്, താങ്കളെ KPCC താക്കീത് ചെയ്തതായിട്ട് വാർത്ത 2 ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് മനോഹരമായിട്ടുള്ളൊരു ഭാവനയായിരുന്നു. അതൊരിക്കലും ഒരു വാർത്തയല്ല, ഒരു യാഥാർത്ഥ്യമല്ല. എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പാർട്ടി തരുന്നുണ്ട്. എന്നോട് പറഞ്ഞത് വർക്ക് ഹാർഡ്, ഡു വാട്ട് എവർ, ജനാധിപത്യപരമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യും, വാട്ട് എവർ ഇറ്റ് ടേക്സ്. ഇത് ജയിച്ചേ തീരൂ. നിങ്ങൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ്. എന്നോട് പറയുമ്പം ഞാൻ റെസ്പോൺസിബിളാണ്, MP യോട് പറയുമ്പോൾ ശ്രീകണ്ഠൻ റെസ്പോൺസിബിളാണ്. അതാണ് പാർട്ടി പറയുന്നത്. പാർട്ടി എന്നെ എന്തെങ്കിലും താക്കീതോ വരിഞ്ഞു മുറുക്കാനോ അല്ല. പാർട്ടി എന്നെ പരമാവധി മുന്നോട്ട് പോകാനും പരമാവധി ഡീപ്പായിട്ട് ഇറങ്ങാനും ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ട എന്ത് അഡ്വാൻറ്റേജാണ് ക്യാമ്പയിനിൽ ചെയ്യാൻ പറ്റുക അതിൻ്റെയൊക്കെ സ്ട്രോങ് സോളിഡ് സജഷൻസ് വേണം എന്നാണ് പാർട്ടി പറയുന്നത്. ബിക്കോസ് അവരതിപ്പം ഞാനിങ്ങനെ ഭയങ്കര വലുതായിട്ടല്ല, 13 വർഷം ഇവിടെ പ്രവർത്തിച്ച ആൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കണക്ഷൻസും ഇവിടുത്തെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ദേ ആർ ഹിയറിംഗ് മീ ഔട്ട് വെരി പോസിറ്റീവ്ലി.
CPM ആവർത്തിച്ച് പറയുന്നത് ഷാഫിയെ വടകര കൊണ്ടുപോയത് തന്നെ പാലക്കാട് BJPക്ക് ഒരു സീറ്റ് കൊടുക്കാനാണെന്നാണ്. എന്നിട്ട് ഞങ്ങൾക്ക് എന്താ ഗുണം? BJPക്ക് ഒരു സീറ്റ് കൊടുക്കരുത് എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് UDF അല്ലേ? BJPക്ക് ഒരു സീറ്റ് ഉണ്ടാവരുതെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന UDF അല്ലേ? ഇപ്പം എന്നെ പറ്റി പോയപ്പോൾ പറഞ്ഞു അവിടെ ഡീലാണ്, വടകരയിൽ ഡീലാണ്, BJP ആയിട്ട് ഡീലാണ്. ഞാൻ നോക്കിയപ്പോൾ അവിടെ BJPയുടെ വോട്ട് കൂടുന്നു, ഞങ്ങളുടെ വോട്ട് ഓൾമോസ്റ്റ് പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞിട്ടും ഞങ്ങളുടെ വോട്ട് ഓൾമോസ്റ്റ് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു. CPMൻ്റെ വോട്ട് വ്യാപകമായിട്ട് കുറയുന്നു. ഇവിടെ കുറയുന്നു, അവിടെ കൂടുന്നു. അപ്പോൾ ആര് തമ്മിലാണ് ഡീൽ? ഞങ്ങൾക്കൊരു ഡീലേ ഉള്ളൂ, അത് ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. അത് വടകരയിലും ഉണ്ട്, പാലക്കാടും ഉണ്ട്. ഞങ്ങൾക്ക് ആ ഡീല് മതി. പിന്നെ ഇവിടെ BJP ആയിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഒട്ടും സെൻസിബിൾ അല്ലാത്തൊരു കമൻ്റാണ്. അതൊരു പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് പറയാൻ സാധിക്കില്ല. അത് ആരാ പറഞ്ഞെന്നുള്ളതും താങ്കൾക്കറിയാം. ഹൂ നോസ് ആരാ പറഞ്ഞെന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന ശക്തി അവരാണ്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പോരാട്ടത്തിൽ രണ്ടാമത് നിൽക്കുന്നവനോട് എങ്ങനെ ഞങ്ങൾ ഡീല് വരുന്നത്? അതൊരു ശരിക്കും ഒരു അബദ്ധമാണ് പറയുന്നത്. ഞാൻ കുറച്ചും കൂടെ പച്ചയ്ക്ക് പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ് പറയുന്നത്. കാരണം ഞങ്ങൾ ജയിക്കാൻ വേണ്ടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഇതുപോലൊരു കോൺസ്റ്റിറ്റ്യുവൻസി കൊണ്ട് മത്സരിക്കുമ്പോൾ ഇത് BJPക്ക് കൊടുക്കാൻ വേണ്ടി കോൺഗ്രസ് നിൽക്കുക എന്ന് പറയുന്നവർക്ക് സെൻസ്ലെസ് എന്ന് ഞാൻ പറയും. ഒട്ടും സെൻസിബിൾ അല്ല. കാരണം ഞങ്ങൾക്ക് ഇത് ജയിച്ചേ പറ്റൂ. 2026 ഞങ്ങൾക്ക് അധികാരത്തിൽ വരണം. അത് അധികാരത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം. അപ്പം ഞങ്ങളെയാണ് ജനങ്ങൾ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഞങ്ങൾക്ക് നിറവേറ്റാൻ ഞങ്ങൾ സെമി ഫൈനലിൽ നിൽക്കുക. 2 സെമി ഉണ്ട്. ഒന്ന് ഇത് ഇനിയിപ്പോൾ ലോക്കൽ ബോഡിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ ദിസ് ഇസ് എ മേജർ തിങ്. അപ്പോൾ ആ സെമി ഫൈനലിൽ ഞങ്ങൾക്ക് പരാജയപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുമോ? ഞങ്ങൾക്ക് ഒന്നാമതാവണം. പാലക്കാട്ടെ ജനമനസ്സിൽ ഞങ്ങൾ ഒന്നാമതുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വിജയിക്കണം. 21 ഇലക്ഷൻ്റെ ടുവേഴ്സ് എൻഡ് വരെ ഇ ശ്രീധരനും ഷാഫിയുമായിട്ട് നെക്ക് ടു നെക്ക് ഫൈറ്റ് ഉണ്ട്. മേ ബി ഇ ശ്രീധരൻ ജയിച്ചേക്കുമെന്നൊരു പ്രതീതി വരുന്നു. അപ്പോൾ CPM സ്ട്രോങ് ഹോൾഡായ കണ്ണാടി പഞ്ചായത്തൊക്കെ എത്തുമ്പോഴാണ് ഷാഫി തിരിച്ചു വരുന്നത്. ഇൻഫാക്ട് ട്രോളും ഉണ്ടായിരുന്നു, മറ്റേ കേറിവാ ഷാഫി എന്ന് പറയുന്നത് മുഴുവൻ CPM ഹാൻഡിൽ ചെയ്യുന്നതാണ് എന്ന് വോട്ടുണ്ട്. ഇത് പഠിച്ചിട്ടുണ്ടോ? ആ തെരഞ്ഞെടുപ്പിൽ കണ്ണാടി പഞ്ചായത്തിൽ എന്നേക്കാൾ വോട്ട് CPM സ്ഥാനാർത്ഥിക്ക് 21 ഉണ്ട്. എന്നേക്കാൾ വോട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ ഷാഫി ഇ ശ്രീധരന്റെ മേളിലേക്ക് വരുന്നത്. അപ്പൊ അവിടെ ഞങ്ങൾ BJPയും തമ്മിലുള്ള ഫൈറ്റിൽ ഞങ്ങളുടെ മേളിലേക്ക് വരുന്നത്. മാത്തൂർ പഞ്ചായത്തിൽ CPMന് കിട്ടുന്ന വോട്ട് കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾ ഈ കോൺസ്റ്റിറ്റ്യുവൻസി ശരിക്കും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇതിന് കോൺസ്റ്റിറ്റ്യുവൻസിക്ക് 2 ഭാഗമാണ്, 3 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും. മുനിസിപ്പാലിറ്റിയിൽ BJP ഒരു ഫോഴ്സാണ്. പഞ്ചായത്തിൻ്റെ 2 പഞ്ചായത്തുകളിൽ CPM ഒരു ഫോഴ്സാണ്. 2 ഉള്ളത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് പഞ്ചായത്തിലും കൃത്യമായിട്ടുള്ള റെപ്രസെൻറ്റേഷനും ഉണ്ട്, മുനിസിപ്പാലിറ്റിയിലും ഞങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പ്രസൻസ് ഉണ്ട്. 3-2 പഞ്ചായത്ത് ഭരിക്കുന്നത് ഞങ്ങളാണ്. ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ദ ഗ്യാപ്പ് ഈസ് വെരി നേരോ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ BJP ഓവർകം ചെയ്യും. അപ്പം ആ പറഞ്ഞ ആ സാഹചര്യം, പിന്നെ ആ 3859 എനിക്കൊരു ചെറിയ നമ്പറായിട്ട് തോന്നുന്നില്ല. ആസ് യു സെഡ്, ഓഫീസ് വരെ തുറക്കും എന്നുള്ള കോൺഫിഡൻസിലേക്ക് അത്രയും ജയം അവർ ഉറപ്പിച്ചൊരു തെരഞ്ഞെടുപ്പ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു ഘടകം അന്ന് ഞങ്ങൾക്ക് എതിരായിരുന്നു. അന്നത്തെ പൊളിറ്റിക്കൽ സെനാരിയോ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. ഈ ജില്ലയിൽ കോൺഗ്രസിന് ഒരേ ഒരു സീറ്റാണ് ഉണ്ടായത്, ബാക്കിയെല്ലാം ഞങ്ങൾ തോറ്റു. അന്ന് രണ്ടാമതും ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർച്ചയായി ഭരണം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെ കോൺഗ്രസും UDFും കടന്നു പോകുന്നൊരു സമയം. ദാറ്റ് മീൻസ് പൊളിറ്റിക്കലി കേരളം ഞങ്ങൾക്ക് അനുകൂലമായിരുന്നില്ല. അവിടെ മെട്രോമാൻ ഇ ശ്രീധരനെ പോലൊരു കാൻഡിഡേറ്റ്, പ്രധാനമന്ത്രിയെപ്പോലുള്ള ആളുകൾ നേരിട്ട് വന്നു, ആഭ്യന്തരമന്ത്രിയെപ്പോലുള്ള ആളുകൾ വന്ന്, മറ്റ് സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാർ മന്ത്രിമാരൊക്കെ വന്ന് പ്രചണ്ഡമായ പ്രചരണം, അവരുടെ മുഴുവൻ റിസോഴ്സസ് അതെല്ലാം ഉപയോഗിച്ചിട്ടും അവർ അത്രയും കോൺഫിഡൻ്റ് ആയിരുന്നിട്ടും 3859 വോട്ടിന് ഞങ്ങൾ ജയിച്ചു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ഇനി താഴോട്ടല്ല, അതിൽ നിന്ന് മേലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ടു ദ പോയിന്റ് ആയിട്ട് മറുപടി പറഞ്ഞാൽ മതി. അതായത് 2021 ഇലക്ഷനിൽ ഷാഫി പറമ്പിൽ ജയിക്കുന്നതിൽ CPMന് ഒരു റോൾ ഉണ്ടായിരുന്നു എന്ന് ഷാഫി വിശ്വസിക്കുന്നുണ്ടോ? ഓർഗനൈസേഷനലി അല്ല, CPM തീരുമാനിച്ചിട്ട് കുറച്ച് വോട്ട് ഷാഫിക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞില്ല, അത് ഞങ്ങൾ ഇവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ഡീലാണ്. ഇവിടുത്തെ സെക്യുലർ മൈൻഡുള്ള ആളുകൾ ഇവിടുത്തെ BJP ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ ഏറ്റവും നല്ല കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല മുന്നണി UDF ആണെന്ന് തീരുമാനിക്കുന്നിടത്താണ്.
അത് ദാറ്റ് മേ ഹാപ്പൻ ഈവൻ നൗ ഓൾസോ. ഇപ്പം ഞാൻ അതാ പറഞ്ഞത്, ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ സ്വഭാവം പഠിച്ചാൽ CPM വോട്ട് കിട്ടിയിട്ടുണ്ട്. CPM വോട്ട് കിട്ടിയിട്ടുണ്ട്. CPM വോട്ടെന്ന് എനിക്ക് അതിനെ വിളിക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ CPM വോട്ടെന്ന് പറയുന്നത് നമ്മൾ എന്താ, ഓർഗനൈസേഷനിൽ അവരുടെ പാർട്ടി റാങ്ക് ആൻഡ് ഫയൽ കേഡർ അവർ തീരുമാനിക്കുന്ന ഇത്ര ആളുകൾ, അങ്ങനെയല്ല അത് സംഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു? പോളിംഗ് സമയത്ത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു? പോളിംഗിന് ശേഷം ഉണ്ടായിരുന്നു? അത് ഞാൻ പറഞ്ഞത്, അത് ആളുകൾ, ഇവിടുത്തെ ജനങ്ങൾ, അത് ചിലപ്പം കട്ടിങ് അക്രോസ് റിലീജിയൻ, കാസ്റ്റ്, പാർട്ടി ഞങ്ങളുടെ കൂടെ, അത് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ കൂടെ നിൽക്കും. മാത്രമല്ല ഇത്തവണ കുറച്ചും കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടാകും. കാര്യം എന്താ അറിയോ, 2 ഗവൺമെന്റുകൾക്കും എതിരായിട്ടുള്ള ഇൻകംബൻസിയും 2 പാർട്ടികൾ ഉണ്ടാക്കിയ നെക്സസും. ഇപ്പൊ തൃശ്ശൂർ പൂരം പോലൊന്ന് കലക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന BJP ഫോർ ഒരു സീറ്റിന് വേണ്ടി, തൃശ്ശൂർ പൂരം കലങ്ങിയാലും വേണ്ടില്ല ഞങ്ങൾക്കൊരു സീറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന BJP, ആ BJP ആഗ്രഹത്തിന് കളമൊരുക്കി കൊടുക്കുന്ന പോലീസും ആഭ്യന്തര വകുപ്പും ഗവൺമെന്റും പാർട്ടി CPM. ഞാൻ ചോദിക്കുന്ന, ആ പാർട്ടിയുടെ പ്രവർത്തകർ, ഇപ്പൊ CPIയുടെ നേതാവാണ് സുനിൽ കുമാർ, സ്ഥാനാർത്ഥിയായിരുന്നില്ലേ? അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താ, ദുരൂഹമാണെന്ന്. UDF-നാണ്, അത് മറക്കരുത്. തൃശ്ശൂർ വോട്ട് കുറഞ്ഞത് UDF-നാണ്. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. തൃശ്ശൂർ നേരത്തെ ഇപ്പൊ ഇവിടെ വോട്ട് കുറഞ്ഞു പറഞ്ഞത്, ചിലപ്പം ഒരു സെക്യുലർ ഫോഴ്സസ് അവിടെ ചിലപ്പോൾ മുമ്പിൽ സുനിൽ കുമാർ എന്നുള്ള തരത്തിലേക്ക് അവിടെ വോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷെ ഇപ്പുറത്തുനിന്നാണ് ആ കളമൊരുക്കൽ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തത് ആരാ? അത് ഒരുക്കി കൊടുത്തത് CPM ഗവൺമെന്റാണ്. ആംബുലൻസിലെ സ്ഥാനാർത്ഥിയാവാൻ പോകുന്ന ആളുടെ എൻട്രി ഉൾപ്പെടെ 14 മണിക്കൂർ ഒരു കമ്മീഷണർ നിരന്തരം നിന്ന് പൂരം കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മേലൊരു ADGP ഇല്ലേ, അതിൻ്റെ മേലൊരു DGP ഇല്ലേ, അതിൻ്റെ മേലൊരു ആഭ്യന്തരമന്ത്രി ഇല്ലേ, അദ്ദേഹം തന്നെയല്ലേ മുഖ്യമന്ത്രി? വൈ ഡിഡ്ന്റ് ദേ ഇൻവോൾവ്? എന്താ തൃശ്ശൂർ പൂരം കലക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടും BJP എന്താ സമരം ചെയ്യാത്തത്? അവരവിടെ പിന്നെ ഒരു എക്സ്പെക്റ്റഡ് ലൈൻസ് ഉണ്ടല്ലോ, അത്തരം ഒരു ഇഷ്യൂ വരുമ്പോൾ അതിലൊരു മുതലെടുപ്പിന് ശ്രമിക്കാൻ സാധാരണ ചാടി പുറപ്പെടേണ്ടി വരുന്ന ആളുകളല്ലേ. എന്താ അവർ സമരം ചെയ്യാത്തത്? എന്താ ഈ മീറ്റിംഗ് നടന്നിട്ടും CM ഉൾപ്പെടെയുള്ള ആളുകൾ ADGPനെ ലാസ്റ്റ് മിനിറ്റ് വരെ ആ പൊസിഷനിൽ നിന്ന് ചെറുതായിട്ടൊന്ന് തലോടുക എന്ന് പറയാം, തല്ലിന്ന് പറയാൻ പറ്റില്ല, അതിന് പോലും മടിച്ചിരുന്നു. അപ്പോൾ അതൊരു നെക്സസ് ഉണ്ട്. ആ നെക്സസിനെതിരായി ഇവിടുത്തെ CPM പ്രവർത്തകർ പോലും ഇത്തവണ വോട്ട് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം.